KECBയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് 2014 വൈദ്യുതി റീഡിംഗ്, ബില്ലിംഗ് എന്നിവ സംബന്ധിച്ച വ്യവസ്ഥ 111 പ്രകാരം 2 ബില്ലിംഗ് കാലയളവുകൾക്കപ്പുറം റീഡിംഗ് ലഭ്യമാക്കാതിരുന്നാൽ നോട്ടീസ് നൽകുമെന്നും പരിഹാരമായും വിച്ഛേദിക്കുമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് വീട് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത്തരം നടപടികൾ ഒഴിവാക്കുന്നതിനുള്ള സൗകര്യം ഉപയോഗിച്ച് വിവരങ്ങൾ അറിയിക്കുന്ന പക്ഷം പ്രത്യേക റീഡിംഗ് എടുക്കുന്നതിനും ആവശ്യമായ തുക മുൻകൂറായി അടക്കുന്നതിനും KECBയിൽ സൗകര്യം ഉണ്ട് സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളും റീഡിംഗ് എടുക്കാൻ സൗകര്യപ്രദമായ രീതിയിലേക്ക് എനർജി മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും KECB അറിയിച്ചിട്ടുണ്ട്. യഥാസമയം മീറ്റർ റീഡിംഗ് ലഭ്യമാക്കുന്നതിനും ചട്ടപ്രകാരം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ഒഴിവാക്കുന്നതിനും ഉപഭോക്താക്കൾ സഹകരിക്കണം എന്ന് KECB അഭ്യർത്ഥിച്ചു.